ഇതാ ഇവിടെ വരെ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൽ സൂപ്പർ താരമായ നടനാണ് എം.ജി. സോമൻ. എം.ജി. സോമൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റേതായ മാനറിസം ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച ലേലം എന്ന ചിത്രം എടുത്താൽ മാത്രം മതി. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അതിൽ അദ്ദേഹം കാണിച്ചത്. ലേലത്തിൽ ആനക്കാട്ടിൽ ഈപ്പച്ചനായി മറ്റ് ഏത് നടൻ അഭിനയിച്ചാലും ശരിയാകില്ല. അത് എം.ജി. സോമന് വേണ്ടി മാത്രം തുന്നിച്ചേർത്ത കഥാപാത്രങ്ങൾ. എം.ജി. സോമൻ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു രസകരമായൊരു ബിസിനസ്സായിരുന്നു അദ്ദേഹം എഡിറ്ററായി മാമ്പഴം എന്ന ഒരു വാരിക ആരംഭിച്ചത്. 1986 എം.ജി. സോമൻ മാമ്പഴം ആരംഭിക്കുന്നത്. അന്ന് പൈങ്കിളി വാരികയുടെ വാരികയുടെ സുവർണകാലമായിരുന്നു. മംഗളവും മനോരമയും മനോരാജ്യവും സഖിയും കുമാരിയും ഒക്കെയായി മലയാള വായന പൈങ്കിളി സാഹിത്യത്തിൽ ചുറ്റിത്തിരിഞ്ഞ കാലം. ആ ചുറ്റിത്തിരിഞ്ഞ കാലത്താണ് എം.ജി. സോമൻ തന്റെ മാമ്പഴം എന്ന വാരികയുമായി എത്തിയത്. മാമ്പഴം 3-4 ലക്കങ്ങൾ ഇറക്കി. പിന്നീട് അത് തുറന്നുകൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം പത്ര ബിസിനസ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പത്ര ബിസിനസ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടു. വലിയ നഷ്ടമാണ് മാമ്പഴത്തിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ സോമന് പറ്റിയത്. പിന്നീട് അദ്ദേഹം ഇത്തരത്തിലുള്ള റിസ്ക് എടുത്തിരുന്നില്ല. മാമ്പഴം നല്ലൊരു പൈങ്കിളി വാരിക തന്നെയായിരുന്നു. ചേരുംപടി എല്ലാം ചേർത്തുള്ള ഒരു പൈങ്കിളി വാരിക. ഒരുപാട് പംക്തികൾ, മനഃശാസ്ത്ര പംക്തികൾ അടക്കമുള്ള പംക്തികളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. കെട്ടും മട്ടും ഒക്കെയുള്ള പൈങ്കിളി വാരികയായ മാമ്പഴം വളരെ പെട്ടെന്ന് തന്നെ നിലച്ചത് വായനക്കാർക്കിടയിൽ വലിയൊരു ദുഃഖമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. കാരണം തുടരൻ നോവലുകളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷെ 3-4 ലക്കം കഴിഞ്ഞപ്പോൾ ആ തുടരൻ നോവലിന്റെ ബാക്കി ഭാഗം വായിക്കാൻ വായനക്കാർക്ക് ഭാഗ്യമുണ്ടായില്ല. എം.ജി. സോമൻ മാമ്പഴം വിറ്റ് നടന്ന കാലം അദ്ദേഹം പിന്നെ അനുസ്മരിപ്പിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ ബിസിനസ് കൈപൊള്ളിയ ബിസിനസ്സായിരുന്നു. എം.ജി. സോമൻ പിന്നീട് പല ബിസിനസ്സുകൾ ചെയ്ത് വിജയിച്ചു. പക്ഷേ മാമ്പഴത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മാമ്പഴം വളരെ പ്രതീക്ഷയോടെ എം.ജി. സോമൻ തുടങ്ങിയ വാരികയാണ്. പക്ഷേ ആ പ്രതീക്ഷ അദ്ദേഹത്തിന് നിലനിർത്താനായില്ല. അദ്ദേഹം പരാജയപ്പെട്ടു. മാമ്പഴം എം.ജി. സോമന് വലിയ നഷ്ടമായി, കൈനഷ്ടമായി മാറി. എം.ജി. സോമൻ ഇന്നില്ല, മാമ്പഴവും ഇന്നില്ല. മാമ്പഴം ഇറങ്ങിയ ഒരു കാലം അത് ഒരു സുവർണ കാലമായിരുന്നു. വായനയുടെ സുവർണ കാലം. എല്ലാ വീട്ടുകാരും മംഗളവും മനോരമ ആഴ്ചപ്പതിപ്പും കുമാരിയും സഖിയും മനോരാജ്യവും ഒക്കെ വാങ്ങിയിരുന്ന കാലം. ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ഒരു പൈങ്കിളി വാരിക ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ മംഗളമായിരിക്കും, അല്ലെങ്കിൽ മനോരമയായിരിക്കും, അതുമല്ലെങ്കിൽ സഖിയായിരിക്കും, അതുമല്ലെങ്കിൽ കുമാരിയായിരിക്കും. അങ്ങനെ ഒരു സുവർണ കാലം, വായനയുടെ ഒരു സുവർണ കാലം മലയാളത്തിൽ ഉണ്ടായിരുന്നു. അതിനെ പൈങ്കിളി സാഹിത്യമെന്ന് പേരിട്ട് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ കാലമാണ് മലയാളികളുടെ വായനയുടെ സുവർണകാലമായി കണക്കാക്കുന്നത്.